ഹായ് ഓൾ, നമ്മുടെ ഫൈനൽ ചാപ്റ്ററാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. ചാപ്റ്റർ 7 അക്കൗണ്ടിങ് ഫോർ റീകൺസ്ട്രക്ഷൻ എന്നുള്ളൊരു ചാപ്റ്ററാണ്. ഓക്കെ, അക്കൗണ്ടിങ് ഫോർ റീകൺസ്ട്രക്ഷൻ. ഇതിനകത്ത് മെയിനായിട്ട് വെനെവർ ദ ക്യാപിറ്റൽ സ്ട്രക്ചർ ഓഫ് എ കമ്പനി ഈസ് ഓവർ ക്യാപിറ്റലൈസ്ഡ്, അണ്ടർ ക്യാപിറ്റലൈസ്ഡ്, ഹാസ് ഇൻക്വേർഡ് ഹെവി ലോസസ് that must be written off, or the assets have been shown at the value higher than required, then reconstruction is adopted to remove the above mentioned defects. The reconstruction is followed to recognize the company's financial structure. Thus, reconstruction is a comprehensive term that is used to express the significant changes in company law, or changes in shareholders' right and interest, or changes in the right and interest to debenture holders and creditors. ടൈപ്സ് ഓഫ് റീകൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത് മെയിനായിട്ട് രണ്ട് രീതിയിലാണ് ഉള്ളത്. ഇൻറ്റേർണൽ റീകൺസ്ട്രക്ഷനുണ്ട്, അതേപോലെ എക്സ്റ്റേർണൽ റീകൺസ്ട്രക്ഷൻ. ഓക്കെ, റീകൺസ്ട്രക്ഷൻ മെയിനായിട്ട് ഇൻറ്റേർണൽ റീകൺസ്ട്രക്ഷനുണ്ട്, എക്സ്റ്റേർണൽ റീകൺസ്ട്രക്ഷനുണ്ട്. ഇൻറ്റേർണൽ റീകൺസ്ട്രക്ഷനിൽ വെൻ ദ പ്രിസ്ക്രൈബ്ഡ് സ്കീം ഓഫ് ഫിനാൻഷ്യൽ അറേഞ്ച്മെൻറ്റ് കീപ് enact the entity of the existing company, neither a new company is formed nor the existing company goes into liquidation, that it is called internal liquidation. അതായത് ഇൻറ്റേർണൽ ഇഷ്യൂസസ് കാരണം അല്ലെങ്കിൽ ഇൻറ്റേർണൽ ഇനാക്റ്റ് ആയത്, അതായത് വളരെ ആക്റ്റീവ് അല്ലാത്ത ഒരു സ്റ്റേജിലാണ് നിൽക്കണമെന്നുണ്ടെങ്കിൽ ദി ഗോസ് ടു ഇൻറ്റേർണൽ റീകൺസ്ട്രക്ഷൻ. ക്ലിയർ? സോ ആൾട്രേഷൻ ഇതിനകത്ത് മെയിനായിട്ട് നമുക്ക് ഇൻറ്റേർണൽ റീകൺസ്ട്രക്ഷനിൽ ആൾട്രേഷൻ ഇൻ ഷെയർ ക്യാപിറ്റൽ, ഒന്നില്ലെങ്കിൽ ഷെയർ ക്യാപിറ്റൽ ആൾട്രേഷൻ, അല്ലെങ്കിൽ റിഡക്ഷൻ ഇൻ ഷെയർ ക്യാപിറ്റൽ, ആൾട്രേഷൻ ഓഫ് ഷെയർ ക്യാപിറ്റൽ അല്ലെങ്കിൽ റിഡക്ഷൻ ഇൻ ഷെയർ ക്യാപിറ്റൽ, ഇങ്ങനെയാണ് വരുന്നത്. ഓക്കെ, നോക്കിക്കോളൂ. ഇതിലൊന്നാമത് ആൾട്രേഷൻ ഓഫ് ഷെയർ ക്യാപിറ്റൽ അല്ലേ. ആൾട്രേഷൻ ഓഫ് ഷെയർ ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ സെക്ഷൻ 94-98 ഓഫ് കമ്പനീസ് ആർ ഡീൽ വിത്ത് ആൾട്രേഷൻ ഓഫ് ഷെയർ ക്യാപിറ്റൽ. ഇറ്റ് മേ ടേക്ക് ദ ഫോം ഓഫ് ഫ്രഷ് ഇഷ്യൂ ഓഫ് ന്യൂ ഷെയർസ്. അതായത് ആൾട്രേഷൻ ഓഫ് ഷെയർ ക്യാപിറ്റൽ എങ്ങനെയൊക്കെ പോസിബിൾ ആവും അല്ലെങ്കിൽ എങ്ങനെയൊക്കെയാണെന്നുള്ളതാണ്. ആൾട്രേഷൻ ഓഫ് ഷെയർ ക്യാപിറ്റൽ, ഫ്രഷ് ഇഷ്യൂ ഓഫ് ന്യൂ ഷെയർസ്, കൺവേർഷൻ ഓഫ് ഫുള്ളി പെയ്ഡ് ഷെയർസ് വിത്ത് സ്റ്റോക്ക്, ക്യാൻസലേഷൻ ഓഫ് അൺഇഷ്യൂഡ് ക്യാപിറ്റൽ, കൺസോളിഡേഷൻ ഓഫ് എക്സിസ്റ്റിംഗ് ഷെയർസ്, സബ്ഡിവിഷൻ ഓഫ് എക്സിസ്റ്റിംഗ് ഷെയർസ്, ഇങ്ങനെയൊക്കെയാണ്. ഓക്കെ, ഇതിൽ ഓരോന്നിനെ കുറിച്ചിട്ടും ഇവിടെ പറയുന്നുണ്ട്. ഇൻക്രീസ് ഇറ്റ്സ് ഷെയർ ക്യാപിറ്റൽ ബൈ മേക്കിംഗ് ഫ്രഷ് ഇഷ്യൂ, ഒന്നാമത്തെ കേസ്. കൺവേർഷൻ ഓഫ് ഷെയർസ് ഇൻ ടു സ്റ്റോക്ക് ആൻഡ് വൈസ് വേഴ്സ. ആൻഡ് ഇൻക്രീസ് ഇൻ ഷെയർ ക്യാപിറ്റൽ ബൈ മേക്കിംഗ് ഫ്രഷ് ഇഷ്യൂവിൽ വെൻ എ കമ്പനി നീഡ് അഡീഷണൽ ക്യാപിറ്റൽ ആൻഡ് ഓൾ എക്സിസ്റ്റിംഗ് ഷെയർസ് ആർ ബീയിങ് ഫുള്ളി ഇഷ്യൂഡ്, then it may increase its authorized capital by creating new shares. The issue of such new share may increase the share capital. The only reconstruction in this regard is that offer for the issue of such a share must first be made to existing equity shareholders in proportion to their holding, unless the company has decided otherwise, had a special resolution or to an ordinary resolution approved by the central government. And the registrar of company must be informed within 20 days of passing resolution of increasing authorized capital. The bookkeeping entries in respect of issue of new shares are the same being done in the case of original issue. The expenses incurred in respect of issue of new shares are debited to account known as new expenses account, which is treated as a preliminary expenses. അതായത് ഇങ്ങനെ അഡീഷണൽ ഇഷ്യൂ വേണമെന്നുണ്ടെങ്കിൽ ഒന്നാമത്തെ കാര്യം 20 ദിവസത്തിനുള്ളിൽ അത് ഇൻഫോം ചെയ്തിരിക്കണം. ആൻഡ് ഇറ്റ് ട്രീറ്റ് ആസ് എ പ്രിലിമിനറി എക്സ്പെൻസസ് ആൻഡ് ന്യൂ എക്സ്പെൻസ് അക്കൗണ്ട് ഓപ്പൺ ചെയ്തിട്ടുണ്ടായിരിക്കണം. ആൻഡ് ക്യാപിറ്റൽ ഇത് ഓതറൈസ് ചെയ്തിട്ടുണ്ടായിരിക്കണം. എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സുകൾ അല്ലെങ്കിൽ എക്സിസ്റ്റിംഗ് അഡീഷണൽ ക്യാപിറ്റൽ ആൻഡ് ഓൾ എക്സിസ്റ്റിംഗ് ഷെയർസ് ആർ ബീങ് ഫുള്ളി ഇഷ്യൂഡ് ആൻഡ് ദെൻ മേ ഇൻക്രീസ് ദിറ്റ്സ് ഓതറൈസ്ഡ് ക്യാപിറ്റൽ. ഫുള്ളി ഇഷ്യൂഡ് ആണെങ്കിൽ മാത്രമേ നമ്മൾ പുതിയ ഷെയർസ് ഇഷ്യൂ ചെയ്യാനായിട്ട് പറ്റുള്ളൂ എന്നുള്ളതാണ്. ഓക്കെ, അടുത്ത കൺവേർഷൻ ഓഫ് ഷെയർസ് ഇൻ ടു സ്റ്റോക്ക് ആൻഡ് വൈസ് വേഴ്സ. അതായത് ഷെയർസിനെ സ്റ്റോക്കാക്കുകയും സ്റ്റോക്കിനെ ഷെയർസ് ആക്കുകയും അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യുന്ന പ്രോസസ്സാണ് ഇതിനകത്ത് രണ്ടാമത് പറയുന്നത്. ക്ലിയർ? കൺവേർഷൻ ഓഫ് സ്റ്റോക്ക് ഇൻ ടു ഷെയർസ് ആൻഡ് ഷെയർസ് ഇൻ ടു സ്റ്റോക്ക്. ഇവിടെ ഓൺലി ഫുള്ളി പെയ്ഡ് അപ്പ് ഷെയർസ് ആർ കൺവേർട്ട് ഇൻ ടു സ്റ്റോക്ക്. ഫുള്ളി പെയ്ഡ് അപ്പ് ഷെയർസുകൾ മാത്രമേ നമ്മൾ സ്റ്റോക്കിലേക്ക് കൺവേർട്ട് ചെയ്യാറുള്ളൂ. ഒന്നാമത്തെ കാര്യം, ഫുള്ളി പെയ്ഡ് അപ്പ് ഷെയർസ് സ്റ്റോക്കിലേക്ക് കൺവേർട്ട് ചെയ്യാറുള്ളൂ. ആൻഡ് സിമിലർലി സ്റ്റോക്ക് ക്യാൻ ബി കൺവേർട്ട് ഇൻ ടു ഷെയർസ് ആയിട്ടും കൺവേർട്ട് ചെയ്യാം.
അപ്പോൾ അതുമായി റിലേറ്റ് ചെയ്ത എൻട്രീസ് എന്ന് പറയുന്നത് ഇതാണ്. ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് ഡെപ്റ്റർ ടു ഇക്വിറ്റി സ്റ്റോക്ക് അക്കൗണ്ട് ആൻഡ് ഇക്വിറ്റി സ്റ്റോക്ക് അക്കൗണ്ട് ഡെപ്റ്റർ ടു ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ. ഇതാണ് വ്യയം. ഓക്കെ, ഇനി അടുത്ത് തേർഡ് പ്രോസസ്സ് അല്ലെങ്കിൽ തേർഡ് മെത്തേഡ് എന്ന് പറയുന്നത് എന്താണ്? ക്യാൻസലേഷൻ ഓഫ് അൺഇഷ്യൂഡ് ഷെയർസ് എന്നുള്ളതാണ്. ഓക്കെ, എ കമ്പനി ഹാസ് റൈറ്റ് ടു ക്യാൻസൽ ഓൾ ദോസ് ഷെയർസ് വിച്ച് ഹാവ് നോട്ട് ബീൻ ഇഷ്യൂഡ് ഓൺ ദ പർട്ടിക്കുലർ ഡേറ്റ് ഓർ ഹൂസ് issue has not been promised to any person. The objective of this cancellation is to get rid of unnecessary rights and duties associated with these shares. Then fourth method എന്ന് പറയുന്നത് this one എന്താണ്? consolidation of shares of smaller denomination into shares of higher denomination. സ്മാളർ ഡിനോമിനേഷനിൽ നിന്ന് ഹയർ ഡിനോമിനേഷനിലേക്കുള്ള കൺസോൾട്ടേഷൻ ആണ് ഫോർത്ത് മെത്തേഡ്. A company has right to divide the shares into capital by consolidating shares of smaller denominations into shares of higher denomination, and this does not result into change of paid up capital, but the number of shares is reduced. If the shares are not fully paid up, that is all calls have not been made, then it must be taken into account that after consolidation the ratio is between paid up value and nominal value should remain the same as it was before consolidation. For example, if shares face value is 100 and only 80 per share is paid up, and now these shares are consolidated into 1000 shares and 800 shall be taken up paid up entry and is to be passed books just for closing and old share capital account and opening the new share capital account. Thus the basis of above example നമ്മുടെ എൻട്രി ഇതിൻ്റെ ബേസിലുള്ളത് 100 ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് അപ്റ്റർ ടു 1000 ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് എഴുതും. ഓക്കെ, ആൻഡ് ഫിഫ്ത്ത് മെത്തേഡാണ് സബ്ഡിവിഷൻ ഓഫ് എക്സിസ്റ്റിംഗ് ഷെയർസ് ഇൻ ടു ഷെയർസ് ഓഫ് സ്മാളർ ഡിനോമിനേഷൻ. എ കമ്പനി ക്യാൻ ആൾസോ subdivide its shares into shares of smaller denomination. Although paid up capital share capital will not change, the number of share will increase. This setup is taken to motivate and attract small investors. The entry will be same as mentioned in above. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ മെയിനായിട്ട് ഇതിനകത്ത് എന്തൊക്കെയാണ് പഠിച്ചത് നോക്കാം. നോക്കിക്കോ, ആൾട്രേഷൻ ഓഫ് ഷെയർ ക്യാപിറ്റൽ എന്നുള്ള പോർഷനിൽ ഒന്നാമത്തെ എന്തായിരുന്നു? ഇൻക്രീസ് ദ ഷെയർ ക്യാപിറ്റൽ ബൈ മേക്കിംഗ് ഫ്രഷ് ഇഷ്യൂ എന്നുള്ളതായിരുന്നു അല്ലേ? ഇൻക്രീസ് ദ ഷെയർ ക്യാപിറ്റൽ ബൈ മേക്കിംഗ് ഫ്രഷ് ഇഷ്യൂ. രണ്ടാമത്തെ കൺവേർഷൻ ഓഫ് ഷെയർസ് ഇൻ ടു സ്റ്റോക്ക് ആൻഡ് വൈസ് വേഴ്സ. Cancellation of unissued shares, consolidation of shares of smaller denomination into shares of higher denomination, subdivision of existing shares into shares of smaller denomination. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് മെയിനായിട്ട് ഇതിനകത്ത് വരുന്ന സ്റ്റെപ്സിൽ വരുന്നത്. ഓക്കെ, അല്ലെങ്കിൽ ഇതിൻ്റെ പോർഷനായിട്ട് വരുന്നതാണ് റിഡക്ഷൻ ഇൻ ഷെയർ ക്യാപിറ്റൽ എന്നുള്ളതാണ്. ഓക്കെ, റിഡക്ഷൻ ഇൻ ഷെയർ ക്യാപിറ്റൽ എന്നുള്ളതാണ് അടുത്ത ടോപ്പിക്. ഓക്കെ, അപ്പോൾ ഈ സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ അക്കൗണ്ടിങ് ഫോർ റീകൺസ്ട്രക്ഷൻ എന്നുള്ളതിൽ വേറെ ഡൗട്ടൊന്നും ഇല്ല എന്ന് വിചാരിക്കുന്നു. അതിനകത്ത് നമ്മൾ ടൈപ്സ് ഓഫ് റീകൺസ്ട്രക്ഷൻ ഇൻറ്റേർണലും ഉണ്ട് എക്സ്റ്റേണലും ഉണ്ട്. ഇൻറ്റേർണലിൽ തന്നെ ആൾട്രേഷൻ ഓഫ് ഷെയർ ക്യാപിറ്റൽ, റിഡക്ഷൻ ഇൻ ഷെയർ ക്യാപിറ്റൽ. ആൾട്രേഷൻ ഇൻ ഷെയർ ക്യാപിറ്റലാണ് നമ്മൾ പറഞ്ഞ ഇൻക്രീസ് ഇൻ ഷെയർ ക്യാപിറ്റൽ ബൈ മേക്കിംഗ് ഫ്രഷ് ഇഷ്യൂ, കൺവേർഷൻ ഓഫ് ഷെയർസ് ഇൻ ടു സ്റ്റോക്ക് ആൻഡ് വൈസ് വേഴ്സ, ആൻഡ് സ്റ്റോക്ക് ടു ഷെയർ.
cancellation of unissued shares, cancellation of shares of smaller denomination into share of higher denomination, subdivision of existing shares into shares of smaller denomination. Clear? ഇത്രയും കാര്യങ്ങളാണ് ഇതിനകത്ത് വരുന്നത്.